സിസ്റ്റർ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ റീന ചെറിയൻ സൗദി അറേബ്യയിൽ നിന്നാണ് അല്ല നമ്മുടെ മധ്യത്തിൽ ജോയിൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല. സാബു അങ്കിളിൻ്റെ കെയർ ഓഫിലാണ് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയിൽ കൂടി അല്ല വ്യക്തിപരമായിട്ട് അല്ല വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ സാക്ഷ്യത്തിൽ കൂടെയും ആ വിഷയങ്ങൾ പ്രസ്താവിക്കും. പ്രത്യേകിച്ച് കൂടപ്പെട്ട എല്ലാവരോടും പറയട്ടെ, ഇപ്പോഴത്തെ ചുറ്റുപാടിൻ്റെ അറിയാവില്ല, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഞാൻ കരുതുന്നു സിസ്റ്റർ അറിയുന്ന സിസ്റ്റർ സൗദിയുടെ പ്രദേശത്താണ്, ഞങ്ങൾ യുഎയുടെ പ്രദേശത്താണ്. പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ പലപ്പോഴും മിസൈലിൻ്റെ അറ്റാക്ക് കൊണ്ട് പലപ്പോഴും നെറ്റിൻ്റെ ഇൻ്ററപ്ഷൻ വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻ്ററപ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആരും ലീവാകരുത്. വീണ്ടും പെട്ടെന്ന് സിസ്റ്റർ ജോയിൻ ചെയ്യും, അത് മുൻകൂട്ടി അറിയിക്കുന്നു. ആയതുകൊണ്ട് പെട്ടെന്ന് അത് വളരെ നോട്ട് ചെയ്യണമെന്ന് പ്രസ്താവിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ചുറ്റുപാട് ഞാൻ പ്രസ്താവിക്കാതെ തന്നെ ഇതിൽ കൂടി സൗമ്യം കൂടാതെ സവിസ്തരം പറയുന്നില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചന ശുശ്രൂഷയ്ക്കായിട്ട് സിസ്റ്റർ റീന ചെറിയാനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദൈവസ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് ഭൂലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് എൻ്റെ അപ്പനെ ഒരിക്കൽ കൂടി ആരാധിപ്പാൻ, അപ്പന്റെ വചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിനായി നന്നോട് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച് ഞാൻ എൻ്റെ പിതാവിനെ തുല്യം സ്നേഹിക്കുന്ന, മാതാവിനെ തുല്യം സ്നേഹിക്കുന്ന എൻ്റെ സാബുങ്ങളും മേരി ആന്റിയും സ്തോത്രം ഇന്ന് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ വർഷിപ്പ് ചെയ്ത ദാസി കടന്നു വന്ന എല്ലാവരും ആമേൻ ആലരി ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ഭാഗ്യം തന്നല്ലോ. ആമേൻ സ്തോത്രം. അതുപോലെ എൻ്റെ കൊച്ചു സഹോദരി തുല്യം ഞാൻ സ്നേഹിക്കുന്ന പ്രിൻസി അലക്സാണ്ടർ, പ്രിയ പൈതല്, ഞാൻ പേര് പറയുന്നില്ല, കേറിയിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ സങ്കീർണമായ സ്ഥലത്തു നിന്നാണ്. ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർക്ക് ഹസ്ബൻഡിന് 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഇതിന്റെ നടുവിലാണ് ആ പൈതൽ ഇപ്പോൾ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഞാൻ സൗദിയിലാണെങ്കിലും ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന സ്ഥലത്ത് ആ പൈതലായിരിക്കുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പ്, യെരൂശലേം പട്ടണം മതിലില്ലാതെ തുറന്നു കിടക്കും, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതില. സ്തോത്രം. നമുക്ക് ചുറ്റും തീമതിലായി വെളിപ്പെടുന്ന ഒരപ്പൻ. ഹല്ലേലൂയ. ഗോശൻ ദേശത്ത് ഇസ്രായേൽ ജനങ്ങളെ പരിപാലിച്ചതുപോലെ ഹല്ലേലൂയ ദൈവം പട്ടാളമായിട്ട് ഇറങ്ങി വരുവാൻ അപ്പൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയ കർത്താസം പറഞ്ഞതുപോലെ ഹല്ലേലൂയ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഹല്ലേലൂയ ഭയക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്നലെ രാത്രി 2:30 ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റതാ. കോൾ ഇങ്ങനെ വരും, അങ്കിളെ ആന്റി കേട്ടോ കേട്ടോ, ചർച്ചുകാരെല്ലാം ഇങ്ങനെ വിളിക്കും. കാരണം അടുത്തടുത്ത് വന്ന് വീഴുന്ന സൗണ്ട് ആവുമ്പോ എല്ലാവർക്കും ഭയം. പക്ഷെ ദൈവം എല്ലാവരെയും സൂക്ഷിക്കുന്നു. ദൈവം തരുന്ന സമാധാനത്തിൽ എല്ലാവരും ആയിരിക്കുന്നു. നാം അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കാം. ദാസി പ്രാർത്ഥിച്ചതുപോലെ അല്ലെങ്കിൽ യഹോവയ യുദ്ധങ്ങളെ ചെയ്യുന്നത് വൃദ്ധന്മാർ നിമിത്തമേ ഈ നാളുകൾ ചുരുങ്ങത്തുള്ളൂ. ഈ നാളുകളിൽ വൃദ്ധന്മാർ എഴുന്നേറ്റ് കരയാൻ തയ്യാറായാൽ ദൈവം തന്നെ പ്രവൃത്തിയും വെളിപ്പെടുത്താൻ തയ്യാറാകും. ഹല്ലേലൂയ. സകല മഹത്വവും അപ്പനെ ആമുഖങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നു. ഇന്ന് ഹല്ലേലൂയ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചനം യെശൂരുവിന്റെ ദൈവം, ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം ആ വചന ശുശ്രൂഷ, എങ്കിലും ദൈവം ഇന്ന് തന്നത് ഹല്ലേലൂയ യെശൂരുവിന്റെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യത്തിൽ, ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂരുവിനെ നീ ഭയപ്പെടേണ്ട. ബാക്കി നമുക്ക് പുറകെ വായിക്കാം. സ്തോത്രം. അവിടെ വ്യക്തമായി കാണുന്നു, ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബേ. സ്തോത്രം. അതിനുശേഷം പറയുക, ഞാൻ തിരഞ്ഞെടുത്ത ആമേൻ ഇസ്രായേലെ കേൾക്കാം.
എന്താ? നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത യെശുരൂനെ. സ്തോത്രം. ആമേൻ. ആ വാക്യം വരുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ആദ്യം വിളിക്കുകയാ എന്റെ ദാസനായ യാക്കോബ്. എന്നിട്ട് പിന്നെ 2 പ്രാവശ്യം പറയുന്നു ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ. പിന്നെയും പറയുന്നു ഞാൻ തിരഞ്ഞെടുത്ത യെശുരൂനെ. സ്തോത്രം. ആ വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാം യെശുരൂൻ എന്ന വാക്ക്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ആ പേര് ആരുടെയാണെന്ന് ആ വാക്യത്തിൽ നിന്ന് തന്നെ അറിയാം. സ്തോത്രം. ആമേൻ. അപ്പനും അമ്മയും യാക്കോബിനിട്ട പേര് യാക്കോബ്. സ്തോത്രം. അതിന്റെ അർത്ഥം എന്നാ? ഉപായി. സ്തോത്രം. പക്ഷേ യാക്കോബിനെ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ദൈവം സെലക്ട് ചെയ്തതാ. അവിടെ വ്യക്തമായി ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, മൂത്തവൻ ഇളയവനെ സേവിക്കും. അപ്പൊ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം ആരെ തെരഞ്ഞെടുത്തു? ഹല്ലേലൂയ, യാക്കോബിനെ തെരഞ്ഞെടുത്തു. അപ്പൊ പേര് അപ്പനും അമ്മയും ഇട്ട പേര് യാക്കോബ്. അതിനുശേഷം ദൈവം പറയാ, മോനെ, ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേല്. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന തിരഞ്ഞെടുപ്പിന്റെ പിന്നിൽ, ആ പേര് വരുന്നതിന്റെ പിന്നിൽ, ഹല്ലേലൂയ, യാക്കോബ് ഒരു ത്യാഗം സഹിച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്താ? യാബോക്കിന്റെ കടവിൽ, ഇല്ലേ? ഹല്ലേലൂയ. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി. സ്തോത്രം. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തോട് മല്ലുപിടിച്ചവൻ, അല്ലെങ്കിൽ മല്ലുപിടിച്ച് ജയിച്ചവൻ. യെശുരൂൻ എന്ന വാക്കിന്റെ അർത്ഥം നേരുള്ളവൻ, അല്ലെങ്കിൽ നീതിമാൻ. അപ്പനിട്ടു യാക്കോബ്, അതിന്റെ അർത്ഥം ഉപായി. പക്ഷെ ദൈവമായിട്ടൊരു മൽപ്പിടുത്തം കഴിഞ്ഞപ്പോൾ ദൈവം പറയുക, മോനെ, ഇനി നീ യാക്കോബ് അല്ല, ഇസ്രായേൽ എന്ന് വെച്ചാൽ ദൈവത്തോട് മല്ലു പിടിച്ചവൻ. ഇതുപോലെ മല്ലു പിടിച്ച ജയിച്ചവരല്ലേ എന്റെ മുമ്പിൽ ഇരിക്കുന്നേ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മല്ലു പിടിച്ചതുകൊണ്ട്, പ്രാർത്ഥനയിൽ നീ സമയം രാത്രി മുഴുവൻ ഇരുന്ന് ഞാനുമായി മല്ലു പിടിച്ചത് കൊണ്ട് ഞാൻ നിന്റെ പേര് മാറ്റുകയാ. എന്ത്? ഇസ്രായേൽ. ഹല്ലേലൂയ. ദൈവമക്കളെ, ലോകം പല പേര് നമ്മളെ ആക്ഷേപിച്ച് വിളിക്കുമ്പോൾ സ്വർഗം കാണുന്നത് നീ ഞാനും ഒരു പ്രാർത്ഥനാ പോരാളിയാ. അപ്പൻ ഇട്ടിരിക്കുന്ന പേര് മതി. ഹല്ലേലൂയ. ഞാനും നീ എന്റെ സ്വർഗത്തിലെ അപ്പൻ ഒരു ഇസ്രായേലാ. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. അതും പോരാഞ്ഞിട്ട് പിന്നെയും ദൈവം വിളിക്കുകയാ, ഞാൻ തിരഞ്ഞെടുത്ത യെശുരൂനെ എന്ന് വെച്ചാൽ നേരുള്ളവനെ, അല്ലെങ്കിൽ നീതിയുള്ളവനെ. ഹല്ലേലൂയ. ലാബാൻ പറയും നിനക്ക് നേരില്ലെന്ന്. ഹല്ലേലൂയ. നിന്റെ സഹോദരനായ ഏശാവ് പറയും നിനക്ക് നേരില്ലെന്ന്. പക്ഷെ സ്വർഗം പറയുകയാ, ഞാൻ നിന്നെ നേരുള്ളവനായി കണ്ടാൽ നിന്നെ കുറ്റം വിധിക്കാൻ ഞാൻ ഒരു വ്യക്തിയെ അനുവദിക്കല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അനുവദിച്ചോ? ദൈവം സെലക്ട് ചെയ്തിട്ട്, ഹല്ലേലൂയ, ലാബാനെ കൊണ്ട് തൊടാൻ ദൈവം അനുവദിച്ചോ? ദൈവം പേരിട്ടിട്ട്, ഹല്ലേലൂയ, ഏശാവിനോട് ഏശാവ് വരുന്നു എന്നുള്ള ഭയം, ഹല്ലേലൂയ, ആർക്കുണ്ടായിരുന്നു? യാക്കോബിന്. പക്ഷെ ആ ഭയത്തെ ദൈവം എന്താക്കി മാറ്റി? സന്തോഷമാക്കി മാറ്റി. ദൈവം നമുക്കൊരു പേരിട്ടാൽ, ഹല്ലേലൂയ, ലോകം ഇടുന്നത് പോലെ അല്ല, തമ്പുരാനോ നിട്ടാൽ അതിന്റെ പിന്നിൽ വരുന്ന എല്ലാ ദോഷങ്ങളും, പിന്നിൽ വരുന്ന എല്ലാ വെല്ലുവിളികളും, പിറകെ വരുന്ന ശത്രുവിന്റെ ആരവങ്ങളും സ്വർഗത്തിലെ ദൈവം കൺട്രോൾ ചെയ്തോളും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം വിശ്വസിക്കണം കേട്ടോ. ഇങ്ങനെ പ്രാർത്ഥന പോരാളിയായി ജയമേറ്റെടുത്ത വ്യക്തികളല്ലേ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇന്ന് ലീഡ് ചെയ്ത ദൈവദാസൻ, ഞാനൊരു വാക്ക് പറയാൻ മറന്നുപോയി, അനുഗ്രഹിക്കപ്പെട്ട് ലീഡ് ചെയ്തു. ദാസനും ഇരിക്കുന്ന ഹല്ലേലൂയ അവസ്ഥകൾ അറിയാമല്ലോ. ദാസനോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക,
ലോകം വിധി എഴുതിയത് യാക്കോബെന്ന്, പേരൻസ് പേരിട്ടത് യാക്കോബെന്ന്, സഹോദരങ്ങളുടെ മുദ്യത്തിൽ നീ യാക്കോബെന്ന്. പക്ഷെ തമ്പുരാനെ അറിഞ്ഞതുകൊണ്ട്, തമ്പുരാൻ പേര് മാറ്റിയതുകൊണ്ട്, ദാസനെ പ്രാർത്ഥനയിലൂടെ നിന്റെ പേര് മാറിയെങ്കിൽ, പ്രാർത്ഥനയിലൂടെ നീ തമ്പുരാനിൽ നിന്ന് ചിലത് പിടിച്ചെടുത്തെങ്കിൽ, ദാസനെ ദൈവാത്മാവ് പറയുക, അതിന്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക് പ്രാർത്ഥനാ പൂർവ്വം കേറാൻ ഈ രാത്രികാലം ദൈവാത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തൊരു അന്തരീക്ഷം നിനക്ക് സ്വർഗത്തിലെ ദൈവം വെച്ചിട്ടുണ്ട്. നിന്നെ തന്നെ സമർപ്പിച്ചോളാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, മറ്റുള്ളവർ കാണുന്ന രീതിയിലല്ല ഞാൻ നിന്നെ കാണുന്നത്. നിന്നിലുള്ള ഒരു അഭിഷേകം അത് ഈ ദിവസങ്ങളിൽ മൂടപ്പെട്ട് കിടക്കുമ്പോൾ അത് പുറത്തെടുക്കുവാൻ, ദൈവത്തിന് പ്രയോജനമാകുവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, യാക്കോബ് ആരായി? ഇസ്രായേലായി. ഇസ്രായേലിന് വീണ്ടും ദൈവം കൊടുത്ത പേര് യേശുരൂൻ, നീതിയുള്ളവൻ അല്ലെങ്കിൽ നേരുള്ളവൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. ആ വാക്യം പറയുന്നു, ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടല്ലേ നാമും എല്ലാവരും ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നേ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആരെ തെരഞ്ഞെടുത്തു? യാക്കോബിനെ. പക്ഷെ നമ്മെ തെരഞ്ഞെടുത്ത എന്നാ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ലോക സ്ഥാപനത്തിനു മുമ്പേ. ഓ, ദൈവത്തിന്റെ സ്നേഹം നാം ചിന്തിക്കുന്നുണ്ടോ? നമ്മളെ അപ്പ തെരഞ്ഞെടുത്ത എന്നാ? ലോക സ്ഥാപനത്തിനു മുമ്പേ. ഹല്ലേലൂയ. അന്നേ ദൈവം എന്തോ ചെയ്തു? നമ്മെ കണ്ടിരുന്നു. ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് ഏശാവും യാക്കോബും. പക്ഷെ ഏശാവിനെ അപ്പ തെരഞ്ഞെടുത്തില്ല. ദൈവമക്കളെ, നമ്മുടെ ചുറ്റുപാട് എത്രയോ പേര് കിടക്കുന്നു. നമ്മുടെ സ്വഭവനത്തിൽ ബന്ധുമിത്രാദികളുടെ നടുവിൽ എത്രയോ പേര് കിടക്കുന്നു. അവരെ എന്റെ അപ്പൻ തെരഞ്ഞെടുക്കാതെ എന്നെയും നിന്റെയും ലോക സ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തുവിൽ പേർ ചൊല്ലി തിരഞ്ഞെടുത്തെങ്കിൽ എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും സ്വർഗത്തിലെ അപ്പനൊരു പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയം. തമ്പുരാൻ അത് നിവർത്തിക്കും. വിശ്വസിക്കണം കേട്ടോ. ആ തെരഞ്ഞെടുപ്പിനൊന്ന് സ്തോത്രം പറഞ്ഞ് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ട് നമ്മളെ ഒന്ന് തെരഞ്ഞെടുത്തതിനൊന്ന് സ്തോത്രം പറഞ്ഞ്, അതുകൊണ്ടല്ലേ ഭയമില്ലാതെ ഇന്ന് നിൽക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോഴും ഇതിന്റെ നടുവിലായിരിക്കുമ്പോഴും അപ്പാ ഒന്നറിയാം, അപ്പ വരാറായി, പേരെഴുതിയത് കൊണ്ട് എന്നെ ചേർക്കാറായി. ഹല്ലേലൂയ. അതുകൊണ്ടായി ഈ പ്രതികൂലത്തിന്റെ നടുവിലും ചിരിച്ചോണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാഹളം ധ്വനിക്കും. ഹല്ലേലൂയ. ഇന്ന് ജീവനോടാണോ? അപ്പയുടെ കാഹളത്തിങ്കിലാണോ എടുക്കപ്പെടേണ്ടത്? ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാം പറക്കും എന്ന് പേരെഴുതിയത് കൊണ്ട് ലോക സ്ഥാപനത്തിന് മുമ്പ്. ഓ, ഇപ്പോഴും ചുറ്റും കണ്ണോടിച്ച് നാം താമസിക്കുന്ന ഫ്ലാറ്റിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എത്രയോ പേർ നിൽക്കുമ്പോൾ അപ്പയ്ക്ക് കരുണ തോന്നിയില്ലേ? അതിനപ്പുറം എന്നാ വേണം? അപ്പ തിരഞ്ഞെടുത്തില്ലേ? ഹല്ലേലൂയ. അവസാനത്തെ തുള്ളി രക്തം വരെ കാൽവരി ക്രൂശിൽ എന്നെ തിരഞ്ഞെടുക്കാൻ, എന്റെ പാപത്തിന്, എന്റെ ശാപത്തിന് പകരമായി എന്റെ അപ്പ ഊറ്റി തന്നെങ്കിൽ ഒന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ കാട്ടി പാഠമുള്ളവർ
ഉണ്ട് ചുറ്റും. പക്ഷെ അപ്പ അവരോടൊന്നും കരുണ തോന്നിയില്ല. നമ്മളോട് ഇത്രയും പേരോട് ഹല്ലേലൂയ തോന്നിയത് കൊണ്ടല്ലേ, തെരഞ്ഞെടുത്തത് കൊണ്ടല്ലേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. സാമൂഹ്യങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയില്ലാതിരുന്നിട്ടും നിന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാ ലോക സ്ഥാപനത്തിനു മുമ്പ് തന്നെ നിന്റെ പേർ എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതി വച്ചിരുന്നത്. എന്റെ നാമത്തിനു വേണ്ടി യാക്കോബിനെ പോലെ നീ മല്ല് പിടിച്ചു പലതും പ്രാപിച്ചു. ദൈവനാമത്തിനു വേണ്ടി അപ്പനേൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പിന്മാറി പോകരുതെന്നുള്ള ഭയത്തിൽ ഒരു യാക്കോബിനെ പോലെ നീ മല്ല് പിടിച്ച് പലതും പ്രാപിച്ചു. നീ പല ദൈവ ശബ്ദം കേട്ടു. ലാബാന്മാർ പലരും പുറകെ വന്നു. ഹല്ലേലൂയ. ഭയപ്പെടുത്താൻ. ഹല്ലേലൂയ. പിന്തുടർന്നു വന്ന ചില ലാബാന്മാരെ സ്വർഗത്തിലെ ദൈവം നേരിട്ട് ഇടപെട്ട് നിനക്ക് ലാബാനും മധ്യത്തിൽ ന്യായം വിധിച്ചതുകൊണ്ടാ ഇന്ന് പകലിലും ദാസനെ നീ ജീവനോടിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദോഷം ചെയ്യാൻ വന്ന പലതിനെയും ഒറ്റയ്ക്കല്ല വന്നേ, ലാബാനും മക്കളും പുറകെ വന്നതുപോലെ കൂട്ടമായിട്ട് വന്ന ചിലതിനെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഒത്തുചേർന്ന് വന്ന ചിലതിനെ ദൈവം അതിർവരം വിട്ടതുകൊണ്ടാ ദോഷം ചെയ്യാൻ അനുവദിക്കാഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ ആ പേർ വിളിച്ച ആ തെരഞ്ഞെടുത്ത അപ്പൻ നിന്നിലുള്ള ദൗത്യം പൂർത്തീകരിക്കുന്നത് വരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കയില്ല. യേശുവിന്റെ നാമത്തിൽ പ്രാണനെ അവകാശം പറയുന്ന, രോഗിയാക്കാൻ ശ്രമിക്കുന്ന ചില പദ്ധതികൾ ഇന്ന് പൊളിയുക. യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ നീ രോഗിയായിട്ട് കിടക്കണമെന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ ചില തന്ത്രം, എഴുന്നേറ്റ് നടക്കല്ലെന്ന് പറഞ്ഞു വീൽ ചെയറെ കയറ്റുമെന്ന് പറയുന്ന ശത്രുവിന്റെ ചില തന്ത്രത്തെ തമ്പുരാൻ ഈ രാത്രി പൊളിക്കുകയാണ്. വിശ്വസിച്ചോണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. പേർ വിളിക്കപ്പെട്ടതാണോ ധൈര്യത്തോടെ ഇരുന്നോളാം ദൈവാത്മാവ് പറയുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൗത്യങ്ങൾ ചിലതും കൂടെ ഉണ്ട്. ചില ദൗത്യം കൂടി ഭൂമിയിൽ നിന്നെ ഏൽപ്പിച്ചത് പൂർത്തീകരിക്കാനുണ്ട്. തമ്പുരാൻ അത് ചെയ്യിക്കും. യാക്കോബ് ചെയ്യേണ്ടത് ഏശാവിനെ കൊണ്ടല്ല ജയിച്ചേ, യാക്കോബിനെ കൊണ്ട് തന്നെ ജയിച്ചു. ആകയാൽ ധൈര്യമുള്ളവനായിരുന്നോളാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ഒന്ന് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആരെ? യാക്കോബിനെ. നമ്മെ തിരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിനു മുമ്പ്. രണ്ടാമത് ഇസ്രായേലെ കേൾക്കാൻ നിന്നെ ഉരുവാക്കിയവൻ. ഹല്ലേലൂയ. അപ്പൊ തെരഞ്ഞെടുത്തൊരു പൈതൽ ഉരുവായെങ്കിലേ ആ ദൗത്യവുമായിട്ട് എവിടെ വരാൻ പറ്റും? വെളിയിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റും. തെരഞ്ഞെടുത്തിട്ട് ആ ഒരു വ്യക്തി ഭൂമിയിൽ ജനിച്ചില്ല എങ്കിൽ എങ്ങനെ ആ ദൗത്യം പൂർത്തീകരിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗർഭത്തിൽ വെച്ച് നശിപ്പിക്കുന്ന അനേക വാഗ്ദത്ത സന്തതികളെ ഇന്ന് നാം കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ ഉരുവാക്കി ഇവിടെ വരെ കൊണ്ടുവന്നത് കൊണ്ടല്ലേ? യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ. അപ്പൊ നമ്മെ ഉരുവാക്കിയതിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്യം കണ്ടോ? ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും. മൂന്നാമത്തെ പോയിന്റ്. ഒന്ന് തെരഞ്ഞെടുത്തു, രണ്ട് ഉരുവാക്കി, മൂന്ന് എവിടെയാ നിന്നെ നിർമ്മിച്ചത്? അമ്മയുടെ
ഗർഭപാത്രത്തിൽ, ഹല്ലേലൂയ, ഗർഭപാത്രത്തിന് പുറത്ത് നിർമ്മിച്ച 2 വ്യക്തികളെ ഉള്ളൂ ബൈബിളിൽ. ആരൊക്കെയാ? ആദമും ഹവ്വായും. മണ്ണിൽ നിന്നെടുത്ത് ദൈവം എന്തോ ചെയ്തു? കൈകൊണ്ട് ഉണ്ടാക്കി ശ്വാസം ഊതി, ഇല്ലേ? ബാക്കി എല്ലാ മനുഷ്യരെയും ദൈവം നിർമ്മിച്ചത് എവിടെ ഇട്ടയാ? ഗർഭപാത്രത്തിൽ. ഹല്ലേലൂയ. ഞാൻ ഇന്ന അമ്മയുടെ മകളായി അവിടെ നിർമ്മിക്കപ്പെടണം. ആ നിർമ്മിക്കുക എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കൈ എവിടെ വേണം? നമ്മുടെ കാൽ എവിടെ വേണം? നമ്മുടെ മൂക്ക് എവിടെ വേണം? നമ്മുടെ ചെവി എവിടെ വേണം? നമ്മുടെ വാ എവിടെ വേണം? നമ്മുടെ ശരീരത്തിന്റെ ഓരോ പാർട്സും വെറും ഒരു മാംസപിണ്ഡത്തിൽ നിന്ന് ഒരു പൈതലിന്റെ ഷേപ്പാക്കി അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ നിന്നെ നീ എന്ന രൂപത്തിൽ നിർമ്മിച്ച അപ്പൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവരണ്ടടത്ത് കാല് വന്നിരുന്നെങ്കിലേ, വിരലുകളുടെ സ്ഥാനത്തൊന്നുമില്ലാതിരുന്നെങ്കിലേ, ഹല്ലേലൂയ, ഇന്ന് നാം ഏത് രൂപത്തിൽ ഇരുന്നേനെ? ഹല്ലേലൂയ. അപ്പൻ നമ്മെ ഗർഭത്തിൽ, അമ്മയുടെ ഗർഭത്തിൽ ഒരു പ്രോപ്പറായ പൈതലായി അവയവങ്ങളെല്ലാം നിർമ്മിച്ച് നമ്മെ പുറത്തു കൊണ്ടുവന്നത് കൊണ്ടല്ലേ നാം ഇങ്ങനെ സൗന്ദര്യത്തോടും ആരോഗ്യത്തോടും ദൈവത്തിന്റെ സാദൃശ്യത്തിലൊക്കെ ഇരിക്കുന്നേ. ഹല്ലേലൂയ. അപ്പൻ എത്ര നന്ദി പറയണം. യേശുവിന്റെ നാമത്തിൽ ജയം. ഒരു ദൗത്യം ഉണ്ട് കേട്ടോ പ്രിൻസി മോനെ, നിന്നെ പുറത്ത് അപ്പൻ കൊണ്ടുവന്നതിനൊരു ദൗത്യ നിർവഹണത്തിനാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. നീ വിശ്വസിച്ചോണം. സഹോദരങ്ങൾ പലരുണ്ടെങ്കിലും നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ പേര് അപ്പൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നീ കാണുന്ന പേരിലല്ല നീ ചില വർഷങ്ങൾക്ക് ശേഷം അറിയപ്പെടാൻ പോകുന്നത്. യാക്കോബിനെ തമ്പുരാൻ ഇസ്രായേൽ ആക്കിയതുപോലെ നീ പ്രാർത്ഥനയിൽ മല്ല് പിടിച്ച് ചിലത് ജയിച്ചവൾ എന്ന പേര് തമ്പുരാൻ തന്നെ ഇട്ട് ആ പേരിൽ കർത്തൃനാമത്തിനു വേണ്ടി നീ നിൽക്കേണ്ടവളാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഹല്ലേലൂയ. ആ ഒരു ദൗത്യം ഉള്ളത് കൊണ്ടാ നീ ഇന്ന് ചില ശോധനയിൽ കടന്നു പോന്നെ. എന്തിനാണെന്നറിയാമോ? വെള്ളി പാൽ ഊതിക്കഴിച്ച് തമ്പുരാൻ പുറത്തു കൊണ്ടുവരും. അകത്തൊന്നും തീച്ചൂളയിൽ ഇട്ടിരിക്കുകയില്ല, പുറത്തു കൊണ്ടുവരും. അവിടെ നിന്ന് നീ സാക്ഷ്യമായി ഞാൻ എങ്ങനെയായി ഇസ്രായേൽ എന്ന പേരിന് യോഗ്യനായെന്ന് നീ വിളിച്ചു പറയും. യേശുവിന്റെ നാമം. ലോകം നിന്റെ പേരൻസ് ഇട്ട പേരിനെ എന്റെ അപ്പൻ മാറ്റിയെടുക്കാൻ പോവുക. എന്റെ സ്വർഗത്തിലെ അപ്പന് വേണ്ടി പ്രയോജനപ്പെടുന്നവളാക്കി തമ്പുരാൻ മാറ്റാൻ പോവുക. യേശുവിൻ നാമത്തിൽ ജയം. വിശ്വസിച്ചോണം കേട്ടോ. അപ്പൊ എവിടെ വെച്ച് നമ്മെ നിർമ്മിച്ചു? അമ്മയുടെ ഉദരത്തിൽ. അതിനുശേഷം പറയുന്നു നിന്നെ സഹായിച്ചവൻ. അപ്പോ യേശുരുവിനെ അല്ലെങ്കിൽ യാക്കോബിനെ പേര് വിളിച്ചിട്ട് ദൈവം തള്ളിക്കളഞ്ഞില്ല കേട്ടോ. ദൈവം തെരഞ്ഞെടുത്തു, ദൈവം ഉരുവാക്കി. ദൈവം അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നിന്നെ നിർമ്മിച്ചു. അടുത്തത് 4ാമത് നിന്നെ സഹായിച്ചു. ഹല്ലേലൂയ. സങ്കീർത്തനത്തിലെ ഹല്ലേലൂയ 146 സങ്കീർത്തനം അതിന്റെ 5ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യമുണ്ട്. യാക്കോബിന്റെ ദൈവ സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. കേട്ടോ. അപ്പൊ യാക്കോബിന്റെ ദൈവം ആരാ? സഹായിക്കുന്ന ദൈവമാ. യാക്കോബ് വ്യക്തമായിട്ട് അറിഞ്ഞില്ലേ? ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോഴേ ഞാൻ ഒരു വാക്യം മാത്രം ഒന്ന് നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഒന്ന് വായിക്കാം. കേട്ടിട്ടും വായിച്ചിട്ടുള്ളതാ. 31-ന്റെ
41 തൊട്ടുള്ള വാക്യത്തിൽ വരുമ്പോഴ് അവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു, 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നു എങ്കിൽ. കേട്ടോ, ആ വാക്ക് ശ്രദ്ധിച്ചോ. സഹായത്തിനു വേണ്ടി ഈ നീണ്ട 20 വർഷം എന്റെ പിതാക്കന്മാരുടെ ദൈവം എനിക്ക് സഹായമായി ഇല്ലായിരുന്നു എങ്കിൽ, ഹല്ലേലൂയ, എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. കേട്ടോ, യാക്കോബിന്റെ ദൈവം സഹായമായിട്ട് എങ്ങനെ ഇറങ്ങി വന്നേ? 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയപ്പോഴും യാക്കോബിനെ ദൈവം മറന്നില്ല. കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് സഹായമായിട്ട് ഇറങ്ങി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തന്നെ മടക്കി അയച്ചു. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ദൈവത്തിന്റെ ചില പ്രവൃത്തി ഇങ്ങനെ കാണാൻ പോന്നെ. നിന്റെ പ്രതിഫലം തട്ടി തട്ടി മാറ്റുമ്പോൾ, എബി ബ്രദറെ, എബി ജോൺ ബ്രദറെ, ദൈവാത്മാ പറയുക, നിന്റെ പ്രതിഫലം തട്ടി 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 മാറ്റുമ്പോൾ തമ്പുരാൻ പറയുക, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങും. ഹല്ലേലൂയ. തട്ടിക്കളയുന്ന വാഗ്ദത്തം കയ്യിലെത്തുമ്പോൾ അതിനെ തട്ടിമാറ്റി വർഷങ്ങൾ ദീർഘിപ്പിക്കുന്ന ചില ലാഭാന്യ വ്യാപാരങ്ങൾ, ഭവനവുമായി ബന്ധപ്പെട്ട് നീ ഇവിടെ കിടന്നാൽ മതി, ഇതിനപ്പുറം പോണ്ട, ഹല്ലേലൂയ, ഇവിടെ കിടന്ന് പണിതാ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില ലാഭാന്യ വ്യാപാരങ്ങള് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം അവരോട് ഇടപെട്ട് ചിലതിനെ തടയുന്ന രാത്രിയോ. ചൂടമന ഹംദ. എന്താ യാക്കോബ് അവിടെ കിടന്ന് വേല ചെയ്യുന്നോറും ലാബാന് വർധനവാ എന്ന് പറഞ്ഞതുപോലെ, നീ അവിടെ കിടന്ന് അവിടെ നിന്ന് വേല ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നീ ഒരു സഹായമെന്ന് ചിന്തിച്ച് അതിനപ്പുറം പോകണ്ടെന്ന് പറയുന്ന ചില വാക്കുകളെ സ്വർഗം ഈ രാത്രി ബ്രേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നീ ചിന്തിക്കാത്ത ചിലരാ പറയുന്നത്. ഹല്ലേലൂയ. ലാബാൻ വെച്ച അമ്മാച്ചൻ, ഹല്ലേലൂയ, സ്വന്തം ഭവനവുമായി ബന്ധപ്പെട്ട, ഹല്ലേലൂയ, വഴി തടയുന്ന ചിലത് യേശുവിന്റെ നാമത്തിൽ ആ വെല്ലുവിളിയെ സ്വർഗം ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യുകയാണ്. ചൂടമന ഹന്തല റബൽ പ്രമാണ ഘടകസ്യ. ഹല്ലേലൂയ. പുറപ്പെടും കേട്ടോ, ദൈവം പുറപ്പെട്ടു കൊണ്ടുവരിപ്പിക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. അപ്പോൾ സഹായിക്കുന്ന ദൈവം. 4 കാര്യങ്ങൾ നാം അവിടെ കണ്ടു. എന്നിട്ട് പറയുകയാ, സഹായിച്ചവനും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂരൂനെ നീ ഭയപ്പെടണം. പിന്നെയും പറയാം, യാക്കോബേ, നീ ഇസ്രായേലായി, ഇസ്രായേലെ യെശൂരൂനായി നേരുള്ളവനായി ഞാൻ കണ്ടിട്ടുണ്ട്. ലാബാൻ നിന്റെ അടുത്ത് അനീതി കാണിക്കുമ്പോൾ, നിനക്ക് നേര് തരാതിരിക്കുമ്പോൾ, നീ നേരുള്ളവനായി, നീ നീതിയുള്ളവനായി ആ ഭവനത്തിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പേര് മാറ്റും കേട്ടോ. ലോകം നിന്നെ നേരുള്ളവളല്ല, നീ നേരുള്ളവനല്ലെന്ന് പറയുമ്പോൾ ദൈവം സാക്ഷ്യപ്പെടുത്താൻ പോവാ, നേരുള്ളവൻ യേശുവിന്റെ നാമത്തിൽ. മേരിയാന്റെ ദൈവാത്മാവ് വ്യക്തമായി പറയുക, ലോകം പറയുക നീ നേരുള്ളവളല്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറയുകയാ, നീ ലാബാന്റെ ഭവനത്തിൽ കിടന്ന് അനുഭവിച്ചതുപോലെ നീ അനുഭവിക്കുന്ന തക്ക സമയത്ത് നിന്റെ കയ്യിൽ ലഭിക്കാത്ത, പുറമെ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, ആട്ടിൻകൂട്ടമുണ്ട്, കൂടെ എല്ലാം ഉണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, സകലവും ഉണ്ട്. പക്ഷെ നിന്റെ വാഗ്ദത്തം തടഞ്ഞു നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ നീ എത്തേണ്ടടുത്ത് എത്തിക്കാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ ചില ശക്തികളുടെ മേൽ നിന്റെ പേരിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില ശക്തികളുടെ മേൽ സ്വർഗം തന്നെ നേരിട്ടിറങ്ങുന്ന രാത്രിയാ. സ്വർഗം ഹല്ലേലൂയ പേരിട്ടാൽ ഒരു മനുഷ്യനും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ എന്റെ ദൈവം അനുവദിക്കല. കർത്തൃനാമത്തിന്
തെരഞ്ഞെടുക്കപ്പെട്ടവളെ, നീ കേൾക്കുന്ന ചില ശബ്ദങ്ങള് സ്വർഗം ഈ രാത്രി സ്റ്റോപ്പ് ചെയ്യിക്കുകയാ. ചില യോർദാൻ പിൻവാങ്ങുകയാ. ചൂടാമന ഹന്തല റബാന ഹത്തുലി റഗൽഖട റഗത്തിനിയ റബൽ പ്രബലഗടേശസ്യ. മുന്നോട്ട് വിടാത്ത ചില യോർദാൻ ഹല്ലേലൂയ പിൻവാങ്ങും കേട്ടോ, പിൻവാങ്ങും. വിശ്വസിച്ചോളാൻ പറയുക. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. അവിടെ പറയൂ, യേശുവിനെ നീ ഭയപ്പെടേണ്ട. എന്നിട്ട് പറയുക, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ദൈവമക്കളെ, പേരെടുത്ത, ദൈവത്താൽ പേര് വീണ, അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ ജീവിതത്തിലും എന്നാ ഉണ്ട്? ദാഹിച്ചിരിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. അടുത്ത് തന്നെ വരണ്ട നിലം. അപ്പൊ ദൈവം പേരിട്ട, ദൈവം തെരഞ്ഞെടുത്ത പൈതലിന്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ടോ? ഉണ്ട്. ചില വിഷയത്തിന് ദാഹമുണ്ടോ? ഉണ്ട്. ചില വിഷയത്തിന് വരൾച്ചയുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറയുകയാ, ആ വിഷയങ്ങളുടെ മേൽ നീ ഏത് വിഷയത്തിനാണോ ദാഹത്തോടായിരിക്കുന്നത്, അവിടെ ഞാൻ നിനക്ക് വെള്ളം തരാൻ പോവാ. ദാഹിച്ചിരിക്കുന്ന വിഷയം, നിന്റെ ജീവിതത്തിൽ വരൾച്ച അനുഭവിക്കുന്നത്. സുരേഷ് എന്ന് പറഞ്ഞ ബ്രദറിനോട് ദൈവാത്മാവ് പറയുക, ദാഹത്തോടിരിക്കുന്ന ചില വിഷയം, ജീവിതത്തിന്റെ വരൾച്ച പോലെ തോന്നുന്ന ഹല്ലേലൂയ ഉണങ്ങിയ ചില മേഖലകൾ. ഹല്ലേലൂയ. വിശ്വസിക്കുക കേട്ടോ, പേര് വിളിക്കപ്പെട്ടവനാ, പ്രാർത്ഥനയുണ്ട്, ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതെല്ലാമാണ്. പക്ഷെ ചില സമയത്ത് നീ അനുഭവിക്കുന്ന ചില ദാഹം, ചില വരൾച്ച ഉണ്ടല്ലോ, അപ്പ പറയാ അത് മാറ്റും. അതിന് വേണ്ടുന്ന ചില പോംവഴികൾ ദൈവം തരാൻ പോകുക. വിശേഷാൽ നീ രണ്ട് വിഷയത്തിന് നീ പ്രാർത്ഥിക്കുന്നു. ആമേ സ്തോത്രം. രണ്ട് വിഷയം ഏറ്റവും ആവശ്യമായി നിന്റെ മുമ്പിൽ നിൽക്കുന്നു. തമ്പുരാൻ പറയുകയാ, ആ രണ്ട് വിഷയത്തിന്റെ മറുപടി ദാസനെ ഞാൻ നിനക്ക് നൽകും. എങ്ങനെയാണെന്ന് നീ ചോദിക്കുന്നു. പക്ഷെ ദൈവം പറയുന്നു, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, താഴ്വര വെള്ളം കൊണ്ട് നിറയും. നീ വിശ്വസിച്ചാൽ അടയാളമായി വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. അവിടെ പറയുക, യേശുവിനെ നീ ദാഹിച്ചിരിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ചില വരൾച്ച നീ അനുഭവിക്കുന്നു, അവിടെ ഞാൻ ഇറങ്ങാൻ പോകും. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട പൈതലിന്റെ ജീവിതത്തിലെ ഏത് കാര്യവും ഞാനും നീയും പറയുന്നതിന് മുമ്പ് അറിയുന്ന ഒരു ദൈവം. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. പൊന്നമ്മ തോമസ് എന്ന് പറഞ്ഞ മാതാവിനോട് ദൈവാത്മാവ് പറയുക, രാത്രിയുടെ യാമങ്ങളിൽ നീ മല്ല് പിടിച്ച് ജയിച്ചവളാ. കഴിഞ്ഞ നാളുകളിൽ യാബോക്കിലെ കടവിലെ പോലെ സകലരും കിടന്നുറങ്ങാൻ നീ നോക്കിയിരുന്നിട്ട് നീ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ശബ്ദം പുറത്തു കേൾപ്പിക്കാതെ നിന്റെ ഹല്ലേലൂയ കട്ടിലിനെ, നിന്റെ തലയുടെ നീ ഹല്ലേലൂയ കണ്ണീര് കൊണ്ട് ഒഴുക്കിയപ്പോൾ ദാസിയ അവിടെ നിന്ന നിന്റെ ചില വിടുതലുകൾ ആരംഭിച്ചത്, അവിടെ നിന്ന് നിന്റെ പേര് മാറാൻ തുടങ്ങിയത്, അവിടെ നിന്ന് നിന്റെ ഭയം മാറാൻ തുടങ്ങിയത്, നിനക്കെതിരെ വെല്ലുവിളിച്ച ചില ഏശാവുമാരുടെ മുമ്പിൽ നീ നിന്നത്, നീ ചങ്കൂറ്റത്തോടെ നിന്നത്, നിന്റെ പ്രാർത്ഥനയുടെ ആ മറുപടി ഒന്ന് മാത്രമാ. നിന്റെ യാഗം യാക്കോബ് യാഗം കഴിച്ചതുപോലെ പല സന്ദർഭത്തിലും കണ്ണീരിൽ കുതിർന്ന് നീ കഴിച്ച യാഗത്തിന്റെ മേൽ അപ്പൻ ഇറങ്ങി വന്നെങ്കിൽ ഈ രാത്രി വ്യക്തമായി പറയുക, നിന്റെ ജീവിതത്തിന്റെ ചില വിഷയങ്ങൾ വേഗത്തിൽ ദൈവം പ്രതിക്രിയ നടത്താൻ പോവുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അത് പുറത്തു വാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യാം. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെ പറയുന്നത് കണ്ടോ,
നീ ദാഹിക്കുന്ന വിഷയത്തിനും നീ അനുഭവിക്കുന്ന വരൾച്ചയ്ക്ക് ഞാൻ ഇറങ്ങാൻ പോവാ. അടുത്തതായി പറയുന്നു, നിനക്ക് മാത്രമല്ല ഞാനൊരു വിടുതൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. കണ്ടോ? ഒന്ന്, നമ്മുടെ തലമുറയെ നോക്കി ഇന്ന് വിളിച്ചു പറയണം. ഒരു ആത്മീക ലൈഫ് കൊണ്ട് മാത്രം ഒരു ഭൂമിയിൽ ഒരു പൈതലിനോ നമുക്കോ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ അപ്പനിൽ നിന്നുള്ള സാമ്പത്തിക അനുഗ്രഹങ്ങളും വേണം. ഇത് രണ്ടും കൂടെ ഒന്നിച്ചുണ്ടായാലേ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതാ സ്വർഗത്തിലെ അപ്പം പറയുന്നു, മക്കളെ, നിന്റെ സന്തതിയുടെ ജീവിതത്തിൽ ആത്മീക അനുഗ്രഹം വേണം, ആത്മീക കൃപ വേണം. ഈ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കാൻ എന്റെ ആത്മാവുണ്ടെങ്കിലേ, ഹല്ലേലൂയ, കാര്യസ്ഥൻ യേശു പോയി കഴിഞ്ഞപ്പോഴും കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിൽ അയക്കും. എന്തിന്? സകല സത്യത്തിലും വഴി നടത്താൻ. അപ്പൊ സത്യമില്ലാത്ത ലോകത്ത് തമ്പുരാനിൽ നിന്നുള്ള കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് എന്റെ മേലും നമ്മുടെ തലമുറകളുടെ മേലും ഉണ്ടെങ്കിലേ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ അനുഗ്രഹങ്ങൾ വേണം, സാമ്പത്തിക അനുഗ്രഹങ്ങൾ. തമ്പുരാൻ പറയും, ഇത് രണ്ടും ഞാൻ നിന്റെ തലമുറകളുടെ മേൽ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി പറ, അപ്പ പറഞ്ഞു, ആത്മീകമായി എന്റെ തലമുറകളെ അനുഗ്രഹിക്കും, സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇത് രണ്ടും അപ്പ ചെയ്ത പ്രോമിസ് ആകട്ടോ. ഹല്ലേലൂയ. ആത്മീകത്തിൽ വളർന്നോട്ട് ഭൗതികം പുറകെ വരും, ശരിയാ, നന്മയും കരുണയും ആയുഷ്കാലം. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത് ദൈവം തന്ന പ്രോമിസാ. ഹല്ലേലൂയ. അത് നാം പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. മുമ്പേ ദേവദാസൻ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞല്ലോ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് മടങ്ങി വരും. അത് എന്റെ ഒരു ഓഹരിയെ 7 ആയിട്ടോ 8 ആയിട്ടോ സഭാപ്രസംഗയിലാണ് കേട്ടോ. ആ വാക്യം ദൈവം ഒരിക്കൽ എന്നോട് വ്യക്തമായി സംസാരിച്ച ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക്. ജീവിതത്തിൽ മറക്കുകയല്ല കേട്ടോ. ഞായറാഴ്ച ഉച്ചയ്ക്ക് ആരാധന കഴിഞ്ഞ് നാട്ടിൽ വെക്കേഷൻ ചെയ്യുന്ന സമയത്താ. ഹല്ലേലൂയ. വെൺമണി വെച്ച് ഉണ്ടായ സംഭവം. ഹല്ലേലൂയ. ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുക, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് മടങ്ങി വരും. എന്നിട്ട് സ്വർഗത്തിലെ ദൈവം എന്നോട് ഇങ്ങോട്ടിങ്ങ് സംസാരിക്കുക. അന്നാ ഞാൻ ആ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയത്. അപ്പൻ എന്നോട് പറഞ്ഞു തരിക, നേരിട്ട് ഞാൻ കേട്ട ദൈവശബ്ദം, മോളെ, അപ്പമെന്ന് വെച്ച എന്താന്ന് നിനക്കറിയാവോ? എന്റെ വചനം. വെള്ളമെന്ന് വെച്ചാ നിനക്ക് എന്താന്നറിയാവോ? നീ നേരിടാൻ പോകുന്ന ചില വിഷയം, പ്രതികൂലത്തിന്റെ ചില വെള്ളം. അപ്പൊ ആ പ്രതികൂലത്തിന്റെ വെള്ളത്തിന്റെ മേൽ എന്റെ വചനം എന്ന അപ്പം നീ എടുത്തെറിയണം. പക്ഷെ ഉടനെ നിനക്ക് മറുപടി കിട്ടുകയില്ല. ഒരേറിയ നാൾ. ഹല്ലേലൂയ. അന്ന് അർത്ഥം മനസ്സിലായില്ല, പക്ഷെ 2.25 വർഷം ഈ അർത്ഥം ദൈവം മനസ്സിലാക്കിച്ചു തന്നു. ഹല്ലേലൂയ. 2.25 വർഷം ഇവിടെ ഇരുന്ന് എറിഞ്ഞോണ്ടിരുന്നു. ഹല്ലേലൂയ. വിഷയങ്ങളുടെ കുമാരത്തിന്റെ നടുവിൽ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പം വെള്ളത്തിലിട്ടാൽ ഓൺ ദ സ്പോട്ടിൽ അത് അലുത്ത് വെള്ളവുമായിട്ട് മിക്സ് ആവും. ഇതെല്ലാം ദൈവം അന്ന് എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അന്ന് എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് മറക്കുകയില്ല. പക്ഷെ ദൈവം ആ വാക്യത്തിൽ പറയുന്നുണ്ട്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് മടങ്ങി വരും. അപ്പം ഒരിക്കലും മടങ്ങി വരാൻ സാധ്യതയില്ല. പക്ഷെ എന്റെ ദൈവത്തിന് കഴിയും. നീ എറിഞ്ഞ അപ്പം എന്ന വചനം, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നീ ഏത് വചനമാണോ ഉച്ചരിച്ചത്, ആ വചനം എന്ന അപ്പം നിന്റെ കയ്യിൽ ഓഹരിയായിട്ട് തമ്പുരാൻ മടക്കി തരും. ഏറിയ നാൾ ഒരു പക്ഷെ നീ വചനം എറിഞ്ഞുകൊണ്ടിരുന്നെന്ന് വരാം, പക്ഷെ അപ്പമായിട്ടല്ല കൈ കിട്ടുന്നത് ഓഹരി. ഒരു ഓഹരിയെ നീ 7 ആയിട്ടോ 8 ആയിട്ടോ വിഭാഗിക്കാൻ, അപ്പത്തെ വിഭാഗിക്കാനല്ല പറഞ്ഞേ, നീ കാത്തിരുന്നു വചനം വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതില്ലേ, ആ ഓഹരിയാ ഞാൻ നിനക്ക് തരുന്നേ. ഓഹരി ആരുടെയാ? അപ്പന്റെ. അപ്പന്റെ ഓഹരി ആർക്കുള്ളതാ? മക്കൾക്ക്. അപ്പൊ നീ എറിഞ്ഞ വചനം സ്വർഗത്തിലെ അപ്പന്റെ വചനം.
നിനക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പനിൽ നിന്നുള്ള ഓഹരി. ഓ, ഒരു നേരം തിന്നുന്ന അപ്പമല്ല, 7 8 നിന്റെ ഇഷ്ടം പോലെ നീ വിഭാഗിക്കാൻ. 7 വെച്ചാൽ എന്താ? ഒരു പൂർണ്ണത. നീ കാത്തിരുന്നതിന് പൂർണ്ണത മാത്രമല്ല, 1 എക്സ്ട്രാ. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നമ്മൾ വായിക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോൾ ആ വാക്യം കഴിഞ്ഞു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയ, ഏറിയ നാൾ കഴിഞ്ഞ് മടങ്ങി വരും. എന്നാ മടങ്ങി വരും? അപ്പം. നോ, ഓഹരി. അപ്പന്റെ ഓഹരി മടക്കി പ്രാപിക്കണ്ടേ? ചില ഓഹരി മടക്കി പ്രാപിക്കണ്ടേ? നാളുകളായി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന് മടക്കി പ്രാപിക്കണ്ടേ? അമ്പിളി എന്ന് പറഞ്ഞ ഡിവൈസിലിരിക്കുന്ന ദാസിയോട് പറയുക, നാളുകളായി വിശ്വാസത്തോട് നീ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടി, അത് പൂർണ്ണതയോടെ ദൈവം മടക്കി കൈ തരും. അത് അപ്പമായിട്ടല്ല കൈ തരാൻ പോകുന്നത്, നിനക്ക് ചില ഓഹരിയായിട്ട്. നീ കാത്തിരുന്നതിന്, നീ കരഞ്ഞതിന്, നീ വചനത്തെ ഏറ്റെടുത്തതിന് അത് ഓഹരിയായിട്ട് അപ്പ മടക്കി തരുന്ന നാളുകളാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെ പറയുന്നു, നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെ, നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. അതിനുശേഷം പിന്നെയും പറയുക, അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു. ദൈവമക്കളെ, വെറും ഒരു സ്ഥലത്ത് ഈ മരുഭൂമിയിലൊക്കെ ഹല്ലേലൂയ ഈ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ചൂടാവുമ്പം ഇലയെല്ലാം വാടും. ഹല്ലേലൂയ. പക്ഷെ അവിടെ ഒരു വാക്യം കണ്ടോ, നിന്റെ തലമുറയെ ദൈവം എവിടെയാ വളർത്തുന്നേ? നീർത്തോടുകൾക്കരികെ എന്ന് വെച്ചാൽ എപ്പോഴും ജലമുണ്ട്. എവിടെ? വേരിന്റെ അടിയിൽ. ഒരു നീർത്തോടിന്റെ അരികെ വൃക്ഷം നിൽക്കുമ്പോൾ അതിന്റെ വേര് എങ്ങോട്ടാ പോന്നെ? ആ വെള്ളം വലിച്ചെടുക്കാൻ, ഇല്ലേ? ഹല്ലേലൂയ. അപ്പൊ നിന്റെ കുഞ്ഞ് മരുഭൂമിയിലെ ചൂട് തട്ടി, വിഷയങ്ങളെന്ന ചൂട് തട്ടി വേരുണങ്ങാനോ അതിന്റെ ഇല വാടാനോ, വിഷയങ്ങൾ വരുമ്പോൾ അത് തളർന്നു പോകാനോ, വിഷയങ്ങൾ വരുമ്പോൾ അതിന്റെ ഇല കൊഴിഞ്ഞു പോകാനോ ഞാൻ അനുവദിക്കേല. തെരഞ്ഞെടുത്ത ദൈവ പൈതലിന്റെ തലമുറയെ നോക്കി ഇന്ന് വിളിച്ചു പറയാമോ, എന്റെ തലമുറകളെ എന്റെ അപ്പൻ നീർത്തോടുകൾക്കരികെ വളർത്തും. ഹല്ലേലൂയ. വിശ്വസിക്കണേ, വിശ്വസിക്കണേ, വിശ്വസിക്കണേ. ഉണങ്ങിപ്പോകാൻ, വരണ്ടു പോകാൻ, വേരറ്റു പോകാൻ എന്റെ അപ്പ അനുവദിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ഇന്ന് കാണുമ്പോൾ തലമുറയെ കുറിച്ച് നിനക്കൊരു പ്രത്യാശ കാണത്തില്ല. പക്ഷെ തമ്പുരാൻ പറയുക, വേര് ഞാൻ നട്ടിരിക്കുന്നിടത്തുണ്ട്. മണ്ട ഉണങ്ങിയത് നോക്കി നീ വേദനിക്കണ്ട, ഒരു ദിവസം മുളച്ചു വരും. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? തലമുറകളുടെ ഭാവി, അവരുടെ ആത്മീകം, അവരുടെ ഭൗതികം സ്വർഗത്തിലെ അപ്പയുടെ കയ്യിലാ. ഹല്ലേലൂയ. വിജയ് എന്ന് പറഞ്ഞ ബ്രദറിനോട് ദൈവാത്മാവ് പറയുക, പലപ്പോഴും ഉണക്കിക്കളയുവാൻ ശത്രുവായവൻ വെല്ലുവിളിച്ചു. പലപ്പോഴും ഉണക്കുമെന്ന് പറഞ്ഞ നിന്റെ വേരിനെ പോലും പറിച്ചു കളയാൻ ശ്രമിച്ചു. പക്ഷെ ദൈവം നട്ടത് നീർത്തോടിനരികെ ആയതുകൊണ്ട് ദാസനെ നീ ഉണങ്ങാതെ നിൽക്കുന്നത്. അതുകൊണ്ട് ആ അപ്പനിൽ നീ ആഴത്തിൽ വേരൂന്നിക്കോ, ദൈവത്തിന്റെ വചനത്തിൽ നീ ആഴത്തിൽ വേരൂന്നിക്കോ. നിന്റെ മുഖം വാടാൻ എന്റെ ദൈവം അനുവദിക്കേല. മുഖം വാടിക്കുമെന്ന് ശത്രു ഒരു വശത്ത് വെല്ലുവിളിക്കുമ്പോൾ തമ്പുരാൻ പറയുക, മുഖത്തെ ശോഭിപ്പിക്കുന്ന ഒരപ്പൻ. ഒറ്റ കാര്യം നീ വിശ്വസിച്ചോ, വചനത്തിൽ വേരൂന്നി നീ വളർന്നോളാൻ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. അവിടെ പറയാ, നിന്റെ തലമുറ എവിടെയാ വളരുന്നേ? നീർത്തോടുകൾക്കരികെ അലരികൾ പോലെ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ, 3 കുഞ്ഞുങ്ങളോടുള്ള ദൂതാത്. 1, ഞാൻ യഹോവയ്ക്കുള്ളവനെന്ന് ഒരുത്തൻ പറയും. കേട്ടോ, ഇങ്ങോട്ട് പറയുമെന്ന്
പപ്പാ, അമ്മ, ഞാൻ എൻ്റെ ദൈവത്തിനുള്ളതാ. ഇന്ന് പറയുന്നില്ല, ഇന്ന് നോക്കി വിളിച്ചു പോവാ, അപ്പ എന്ന് എൻ്റെ കുഞ്ഞെന്ന് പറയും. പക്ഷെ വിശ്വസിക്കാം, ഇങ്ങോട്ട് വന്ന് പറയാം, അപ്പ ഞാൻ എൻ്റെ ദൈവത്തിനുള്ളതാ, ഞാൻ യഹോവയ്ക്കുള്ളവനാ, ഹല്ലേലൂയ എന്ന് ഒരാള് വിളിച്ചു പറയും. ഓരോ കുഞ്ഞുങ്ങളെ നോക്കി ഈ വചനം ഒന്ന് പറയണം കേട്ടോ. അടുത്തത് പറയുക, മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിന്റെ പേരെടുക്കും. ഹല്ലേലൂയ. യാക്കോബിനെ ദൈവം എന്നാ പേരെടുപ്പിച്ചേ? ഇസ്രായേലും യെശുരൂനും. കേട്ടോ, അപ്പന്റെ പേരെടുപ്പിക്കുമെന്ന്, അപ്പനെടുത്ത് ബൈബിള് ചുമപ്പിക്കുമെന്ന്, അപ്പനും അമ്മയും കൊണ്ടു നടന്ന സത്യവിശ്വാസത്തിന് വേണ്ടി നിൽക്കുമെന്ന്, അപ്പനും അമ്മയും സ്വർഗത്തിലെ അപ്പന് വേണ്ടി നിന്ന ദൗത്യം തലമുറയിൽ ഒന്ന് ഏറ്റെടുക്കുമെന്ന്. ഹല്ലേലൂയ. ഇതിനപ്പുറം ഒരു വാഗ്ദത്തം എന്നതാ വേണ്ടേ? ഹല്ലേലൂയ. മൂന്നാമത്തെ പറയുന്നു, വേറൊരുത്തൻ തന്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ എന്ന മറുപേരെടുക്കും. കൈമേൽ എന്തിനാ എഴുതുന്നേ? എല്ലാവരും കാണാൻ, ഇല്ലേ? ഹല്ലേലൂയ. ബാക്കി എല്ലായിടവും മറഞ്ഞാൽ ഷർട്ടിന്റെ ഒക്കെ ഇവിടെ വരെ വരത്തുള്ളൂ, ഇല്ലേ? ഇവിടെ മറയോ? ഇല്ല. ഹല്ലേലൂയ. അവിടെ കാണിക്കും എന്നാ, ഞാൻ യഹോവയ്ക്കുള്ളവനെന്ന്. ധൈര്യമായിട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമെന്ന്. ഈ 3 പേര് യാക്കോബിനോട് പറഞ്ഞിട്ട് ഈ 3 പേരെ ദൈവം നിവർത്തിച്ചോ? ഹല്ലേലൂയ. ലേവ്യ പുസ്തകത്തിൽ ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോഴേ, ആവർത്തന പുസ്തകം അതിന്റെ 10-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ ഒരു ധൈര്യത്തിന് പറയുവാ, യാക്കോബിനോട് ഈ പേര് പറഞ്ഞിട്ട് ദൈവം നിവർത്തിക്കാതിരുന്നില്ലല്ലോ എന്നുള്ള. 10-ാം അധ്യായം അതിലെ 8-9 വാക്യം. അക്കാലത്തെ യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്ന് വരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിക്കാനും വേർതിരിച്ചു. അപ്പൊ ദൈവം വേർതിരിക്കുവോ? യഹോവയ്ക്കുള്ളവനെന്ന് പറഞ്ഞിട്ട് ദൈവം മാറുമോ? ദൈവം ലേവിയെ തെരഞ്ഞെടുത്തു. യാക്കോബിന്റെ മറുപേരെടുത്തത് ആരാ? യാക്കോബിനെ പോലെ കഷ്ടത അനുഭവിച്ച്, യാക്കോബിനെ പോലെ 13 വർഷം വേദന അനുഭവിച്ച്, ഹല്ലേലൂയ, വാഗ്ദത്തം കൈ ലഭിക്കുന്നത് വരെ ഇല്ലാത്തത് സകലതും അനുഭവിച്ചത് ആരാ? യോസഫ്. ദൈവം പേരെടുപ്പിച്ചോ? യാക്കോബിന്റെ മേർപേരെടുപ്പിച്ചോ? എടുപ്പിച്ചു. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, അടുത്ത തലമുറ യഹൂദ എന്താ? ഹല്ലേലൂയ, യോശുവയ്ക്ക് ശേഷം ഈ ജനത്തെ നയിക്കാൻ ആരെ തെരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, വേറെ ആരും വേണ്ട, യഹൂദ. യഹൂദ പുറപ്പെടട്ടെ. ദൈവം 3 മക്കളെ എടുത്ത് ഉപയോഗിച്ചോ? ഉപയോഗിച്ചെന്നേ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴേ ആ വാക്യം ഞാനൊന്ന് വായിക്കാം. 1-ാം അധ്യായം 2-ാം വാക്യം. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെ ജനിപ്പിച്ചു, യഹൂദ താമാറിൽ നിന്ന്. അപ്പൊ യേശുവപ്പയുടെ വംശപാരമ്പര്യം തുടങ്ങിയത് എവിടെ നിന്ന്? യഹൂദ. ദൈവം പേരെടുപ്പിക്കാമെന്ന് പറഞ്ഞാൽ, തലമുറയും കൊണ്ട് അപ്പന് വേണ്ടി നിർത്തുമെന്ന് പറഞ്ഞാൽ, എവിടെ മാറിപ്പോയാലും ഇന്ന് നീ ആഗ്രഹിക്കുന്നിടത്തല്ല നിന്റെ കുഞ്ഞെങ്കിലും ഈ വചനം വിശ്വസിക്കണം കേട്ടോ. ദൈവം ചെയ്യും. ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് സ്തോത്രം പറയാമോ? കർത്താവേ, ഇത് സംഭവിക്കും. ഹല്ലേലൂയ. ഫിലിപ്പ് ജോഷുവ എന്ന് പറഞ്ഞ ദേവദാസനോട് ദൈവാത്മാവ് പറയാം, വിശ്വസിക്കാൻ പറയുക. വിശ്വസിച്ചാൽ ദൈവം ചില അടയാളത്തോടുകൂടെ മറുപടി കൽപ്പിക്കും. ഹല്ലേലൂയ. നിന്നെ ഭാരപ്പെടുത്തുന്ന ചില വിഷയം, ഇന്നത്തെ ചിലത് നോക്കി നീ വേദനിക്കുന്നു, പക്ഷെ ദൈവം പറയുക, നാളെ അത് സന്തോഷത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. ഇന്ന് വേദനിപ്പിക്കുന്ന ചില വിഷയം, ഇന്ന് ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നത്
നാളെ അപ്പൻ സന്തോഷമാക്കും. വിശ്വസിച്ചോളാൻ പറയുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അപ്പോൾ യേശുവിന്റെ ദൈവം ആരാണെന്ന് നാം പഠിച്ചു. യാക്കോബ് ഇസ്രായേലായി. ദൈവം ഇസ്രായേലിന് അടുത്ത പേര് കൊടുത്തു. യാക്കോബ് എന്ന് വെച്ചാൽ ഉപായി, ഇസ്രായേൽ എന്ന് വെച്ചാൽ ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചവൻ, യെശുരൂ എന്ന് വെച്ചാൽ നേരുള്ളവൻ, നീതിമാൻ. ഇനി നമുക്ക് വളരെ യേശുവിന്റെ കാര്യം ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം മുതൽ, യേശുവിന്റെ ദൈവത്തെ പോലൊരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിന്റെ ഉറവ് തനിച്ചും വസിക്കുന്നു. ആകാശം അവന് മഞ്ഞു പൊഴിക്കുന്നു. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാൻ. അവിടെയും ഹല്ലേലൂയ യാക്കോബിന്റെ പേരും പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ പേരും പറയുന്നുണ്ട്, യേശുവിന്റെ പേരും പറയുന്നുണ്ട്. ദൈവം ഏതൊക്കെ പേരിട്ടോ അതെല്ലാം വിളിച്ചാ നമ്മളെ ഓരോ ദിവസവും നടത്തുന്നത് അല്ലേ? ഹല്ലേലൂയ. അപ്പൻ ഇട്ട പേര് അപ്പൻ മറക്കാലെന്ന്. അപ്പൻ ഓൾറെഡി എഴുതി അപ്പന്റെ ഹൃദയത്തിലുണ്ട്. നിനക്ക് 3 പേരാണോ അപ്പ ഇട്ടേ, അത് 3ഉം വിളിക്കും. ഹല്ലേലൂയ. അത് അപ്പൻ ഇട്ടത് കൊണ്ടാ കേട്ടോ. ഹല്ലേലൂയ. അവിടെ പറയുക, യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരും. ഹല്ലേലൂയ. അപ്പൊ അടുത്ത തന്നെ യേശുവിന്റെ ദൈവത്തിന്റെ പ്രത്യേകത, സഹായത്തിനായി ആകാശത്തൂടെ മേഘാരൂഢനായി വരും. ഈ വാക്യം എപ്പോഴും നാം കേൾക്കുന്ന എവിടെ? നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ഓഫ് ചെയ്ത് അയക്കാൻ നേരത്ത് ഇവിടുന്ന് നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോഴും പാസ്റ്റർമാർ വന്നു അല്ലെങ്കിൽ അപ്പച്ചന്മാർ പ്രാർത്ഥിച്ചു വിടും. അപ്പാ എന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോന്നു, യേശുവിന്റെ ദൈവത്തെ പോലൊരു ദൈവം ഇല്ല, പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജം. ഫ്ലൈറ്റിനെ ദൈവം ശാശ്വത ഭുജങ്ങളിൽ വഹിച്ചു കൊള്ളണം. അപ്പച്ചന്മാരുടെ പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ടാണ് നിന്നത്, വന്നത്, പോയത്, സേഫായിട്ട് ഓരോ രാജ്യത്തെത്തിയത്. ഹല്ലേലൂയ. അവിടെ പറയുന്ന വാക്യം കണ്ടോ, സഹായിക്കുന്ന ദൈവം, യേശുവിന്റെ ദൈവം. നാം മുമ്പേ പഠിച്ചു, യാക്കോബിന്റെ ദൈവ സഹായമായി എന്ന് പറഞ്ഞതുപോലെ യേശുവിന്റെ ദൈവം എവിടെ നിന്നാ നിനക്ക് വേണ്ടി വരുന്നത്? ആകാശത്തൂടെ ഇറങ്ങി വരും, മേഘാരൂഢനായി. എന്നിട്ട് പറയുക, പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ. മനുഷ്യരെല്ലാം നമ്മുടെ ഭുജങ്ങൾ കൈകഴയ്ക്കുമ്പോൾ മാറുമ്പോൾ ദൈവം പറയാം, മോനെ മോളെ, കീഴെ ശാശ്വത ഭുജത്തിലാ ഞാൻ നിന്നെ വഹിച്ചത്, ഞാൻ നിന്നെ വഹിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനപ്പുറം എന്നാ വേണമെന്നേ? ഹല്ലേലൂയ. അവിടെ പറയുന്ന കണ്ടോ, അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം പേരെടുത്ത ഒരു പേർ വിളിച്ച ഒരു കുഞ്ഞിന്റെ മുമ്പിൽ എന്നാ ഉണ്ട്? ശത്രു ഉണ്ട്. മുമ്പോട്ട് വിടാത്ത ശത്രു. മുമ്പേ നമ്മൾ കണ്ടു, പുറകിൽ നിന്ന് വരുന്ന ലാബാന സൈന്യം പുറകിന്നുണ്ട്, മുമ്പോട്ട് വിടാത്തതുണ്ട്. ആരെ? പേര് വിളിക്കപ്പെട്ട ദൈവവൈദ്യനെ. പക്ഷെ ദൈവം ഓർഡർ ഇട്ടു, യേശുവിന്റെ ദൈവം ഓർഡർ ഇട്ടു, എന്റെ കുഞ്ഞിനെ സഹായിക്കാൻ ഞാനുണ്ട്, ശത്രുവിനെ സംഹരിക്കാൻ എന്ന് ഓൾറെഡി ഓർഡർ ഇട്ടെന്ന്. മുന്നോട്ട് വിടാത്ത വിഷയത്തെ നോക്കി ഒന്ന് വിളിച്ചു പറയാമോ? ദൈവം ഓൾറെഡി എനിക്കും നിനക്കും വേണ്ടി കൽപ്പിച്ചേക്കുകയാ. എന്താ? ശത്രുവിനെ നീക്കിക്കളയാൻ, മുമ്പിലെ വഴി തടയുന്ന, ഹല്ലേലൂയ, ജിസ്കി, ഹല്ലേലൂയ, മുമ്പിൽ വഴി തടഞ്ഞു നിൽക്കുന്ന ചില വിഷയമുണ്ട്. നിന്നെ വാഗ്ദത്തം കാണിക്കാതെ, നിന്നെ മുന്നോട്ട് വിടാതെ വഴി തടയുന്ന ചില ശത്രുവിന്റെ പദ്ധതികൾ സ്വർഗം എന്ന് പറയുക, നീ വിശ്വസിക്കുക, സംഹരിക്കാൻ ദൈവം കൽപ്പിച്ചിരിക്കുകയാ. യേശുവിന്റെ ദൈവം എന്റെ ദൈവമെന്ന് നീ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറ. ഹല്ലേലൂയ. ശത്രുവിനെ കണ്ട് നീ ഭയക്കല്ല, മുന്നിലുള്ള നിന്റെ വഴി തടഞ്ഞു നിൽക്കുന്ന അവസ്ഥയെ കണ്ട് നീ ഭയപ്പെടല്ല. നിനക്ക് വേണ്ടി സഹായത്തിനായി എന്റെ സ്വർഗം ഇറങ്ങുന്ന രാത്രിയോ.
അവിടെ വ്യക്തമായി പറയുകയാ, നീക്കി കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിന്റെ ഉറവ് തനിച്ചും വസിക്കുന്നു. അപ്പൊ യാക്കോബിന്റെ ഉറവിനെ പറ്റി നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണാം എന്താ ഈ യാക്കോബിന്റെ ഉറവ് എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യം, ആമേൻ, 5-ന്റെ അവസാനം വാക്യം വായിക്കാം. യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. അപ്പൊ യാക്കോബിന്റെ ഉറവ് ആർക്കായിരുന്നു അവകാശം? യോസഫിന് കൊടുത്ത നിലത്ത്, വാഗ്ദത്ത സന്തതിക്ക് കൊടുത്ത നിലത്ത എന്ത്? യാക്കോബിന്റെ ഉറവ്. അവിടെ പറയുന്നു യാക്കോബിന്റെ ഉറവ് തനിച്ച് വസിക്കുന്നു. ഈ യാക്കോബിന്റെ ഉറവ് എന്തിനാ? ഹല്ലേലൂയ. സ്വന്തം വീട്ടിലേക്ക് വെള്ളത്തിനല്ല, വഴി നടന്ന് ക്ഷീണിക്കുന്നവർക്കും ആ പട്ടണത്തിലുള്ളവരെ ദാഹം തീർക്കാൻ. അപ്പൊ ദൈവം എന്നെ ഇന്നിനെ ഒരു ഉറവായി ഒരു ദേശത്ത് വെച്ചെങ്കിൽ നമ്മുടെ മാത്രം ദാഹം തീരാനല്ല, വഴി നടന്ന് ക്ഷീണിക്കുന്നവരുടെ, മറ്റുള്ളവരുടെ ദാഹം തീരാനായിട്ട് സ്വർഗം നമ്മെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ജയം. ആ അപ്പൻ സഹായത്തിന് വേണ്ടി ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. ദൈവം ചിലത് ചെയ്യും കേട്ടോ. ആമേ, സ്തോത്രം. പിന്നെ നമുക്ക് അനേക വാക്യങ്ങൾ കാണാം, സമയം തീരുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ആമേ, സ്തോത്രം. ആവർത്തന പുസ്തകം 33 തന്നെ, ആമേൻ, അതിന്റെ 5-ാം വാക്യത്തിലുണ്ട്, അവൻ യെശുരൂന് രാജാവായിരിക്കട്ടെ. ഹല്ലേലൂയ. ആരോട് പറയുക? മോശ ജനത്തോട് അനുഗ്രഹിക്കുമ്പോൾ പറയുക, ഇസ്രായേൽ ജനത്തെ നോക്കി പറയുക. ഹല്ലേലൂയ. ആമേൻ, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ദൈവത്തിന്റെ അഗ്നിമയമായ പ്രമാണമുണ്ട്. ആർക്ക് കൊടുത്തത്? ഇസ്രായേലിന് കൊടുത്തത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് എനിക്കും നിനക്കും തന്നത്. ഹല്ലേലൂയ. ആ പ്രമാണം തൃക്കാൽക്കലിരുന്ന് എന്തോ ചെയ്തു? അത് കേട്ടു, അത് പഠിച്ചു. ആ വചനങ്ങൾ വായിക്കണം കേട്ടോ. എന്നിട്ട് 5-ാം വാക്യത്തിലാ പറയുന്നേ, അവൻ യെശുരൂന് രാജാവായിരിക്കട്ടെ. ആര്? സ്വർഗത്തിലെ ദൈവം യെശുരൂന് രാജാവായിരിക്കും. ഹല്ലേലൂയ. അടുത്തതായിട്ട് ആമേൻ, ആവർത്തന പുസ്തകം തന്നെ 32-ാം അധ്യായത്തില് ഒരു വാക്യവും കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തുകയാ. ഈ യെശുരൂൻ ഇതെല്ലാം ദൈവം ചെയ്തിട്ടും വാഗ്ദത്തം പ്രാപിച്ചിട്ടും ദൈവത്തെ മറന്നുപോയൊരു അനുഭവം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സമ്പത്തുണ്ടാകാം, സൗന്ദര്യമുണ്ടാകാം, ആരോഗ്യമുണ്ടാകാം, എന്തുമുണ്ടാകാം. പക്ഷെ തമ്പുരാൻ പറയുക, ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകയില്ല. ആവർത്തന പുസ്തകം 32-ന്റെ 15-ാം വാക്യത്തിൽ കണ്ടോ? യെശുരൂനോ പുഷ്ടി വെച്ചുതച്ചു. അമ്മേ, നീ പുഷ്ടി വെച്ച് കനിച്ച് തടിച്ചിരിക്കുന്നു, കനത്ത് തടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ച് തന്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. പേര് മാറ്റി, അനുഭവം മാറ്റി കൊണ്ടുവന്ന ദൈവത്തെ നിരസിച്ചെന്ന്. അപ്പോൾ ദൈവം കൊടുത്ത ശിക്ഷ എന്താണെന്നറിയാമോ? അതിന്റെ 19-ാം വാക്യത്തിൽ, യഹോവ കണ്ട് അവരെ തള്ളിക്കളഞ്ഞു. ദൈവമക്കളെ, ദൈവം നമ്മെ സെലക്ട് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ അപ്പനെ വിട്ട് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പുഷ്ടി, അല്ലെങ്കിൽ ആ അനുഭവം, ആ അഭിഷേകം മറ്റുള്ളതിനായിട്ട് നാം ഉപയോഗിക്കാതെ അപ്പന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നാം ഉപയോഗിക്കണം. നമ്മുടെ കർത്താവ് വരാറായല്ലോ, പ്രാണപ്രിയന്റെ ശബ്ദം കേൾക്കാറായല്ലോ. ആമേൻ. നമ്മൾ ത്യജിക്കപ്പെടാൻ ഇടയാകല്ല. ഹല്ലേലൂയ. ത്യജിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. ഇതുവരെ ഓടി, ജീവപുസ്തകത്തിൽ പേരുണ്ട്, പക്ഷെ ആ പേര് വെട്ടാൻ നാമായിട്ടിടയാക്കരുത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഹല്ലേലൂയ. ദൈവമക്കളെ, പുസ്തകത്തിൽ പേരുള്ളത് കൊണ്ടാണ് നാം ഇങ്ങനെ ആയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്റെ യേശുവേ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചില്ല എങ്കിൽ നാളത്തെ നിമിഷം നമുക്കില്ല. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കേൾപ്പിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ. മനുഷ്യർ അവിടെ നിന്നോട്ട്, എന്റെ പേര് അപ്പാ ആ ജീവപുസ്തകത്തിൽ ഒന്ന് എഴുതണേ.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ, റോമാലേഖനം നിങ്ങൾ 6-ാം അധ്യായം വായിച്ചാൽ മതി. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായെങ്കിലേ എന്റെ അപ്പയുടെ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. മുഴുകൽ സ്നാനം, ഹല്ലേലൂയ. മരിച്ച് അടക്കപ്പെട്ടെന്നെ തെളിവന്ന വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം. ഹല്ലേലൂയ. എന്നാലേ എന്താവൂ? പുനരുത്ഥാനം. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് അവനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ അവന്റെ അപ്പനെ രക്ഷകനായി സ്വീകരിച്ച് അപ്പനോട് കൂടെ ജീവിക്കണം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ അപ്പ വരാറായി. നാം കൈവിടപ്പെടല്ല. അടുത്ത നിമിഷം നാം ഉണ്ടോന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കുമ്പോൾ നാം ഒന്നിച്ച് അപ്പനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. ഇങ്ങനെ ഒരു അവസരം തന്ന സാബുങ്ങളുടെ മേരിയാനിക്ക് ഇന്ന് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനും കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വന്ദനം ചൊല്ലുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തന്റെ ദാസിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഇന്ന് നമുക്ക് ആവശ്യമുള്ള ദൂത് ഹല്ലേലൂയ വചനത്തിലൂടെയും ഹല്ലേലൂയ വ്യക്തിപരമായും ഹല്ലേലൂയ തന്റെ ദാസിൽ കൂടി നമ്മെ കേൾപ്പിച്ചു. കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മെ ദൈവം തെരഞ്ഞെടുത്ത് മാത്രമല്ല, നമ്മെ ഉരുവാക്കി. ഹല്ലേലൂയ. നമ്മെ ഗർഭപാത്രത്തിൽ നിർമ്മിച്ചവനാണ്. ഹല്ലേലൂയ. നമ്മെ സഹായിച്ചുകൊണ്ട് നിത്യവും ആയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തെരഞ്ഞെടുത്ത നമ്മെ സഹായിച്ച ഹല്ലേലൂയ ഈ ഗർഭപാത്രത്തിൽ ഉരുവാക്കിയ ഈ ദൈവത്തിന്റെ കൈകളിൽ പലപ്പോഴും ഹല്ലേലൂയ ദാഹവും വരണ്ട അവസ്ഥയും ഒക്കെ കടന്നു വരും. എന്നാൽ ഹല്ലേലൂയ അവൻ നമ്മെ അങ്ങ് ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ലെന്ന് രാത്രികാലം തന്റെ മകൾ കൂടി നമ്മെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് അനുസരിച്ച് ഹല്ലേലൂയ ആ ദൈവത്തെ തന്നെ പിൻപറ്റി നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ആലോചന കേൾപ്പിച്ച കർത്തദാസിയെ വീണ്ടും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. തുടർന്ന് ഹല്ലേലൂയ പാസ്റ്റർ ഫിലിപ്പ് ജോഷുവ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിക്കും. എനിക്ക് തോന്നുന്നു കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ആകയാൽ പാസ്റ്റർ ഫിലിപ്പ് ജോഷുവ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ട് കർത്താവിന്റെ ദാസിയോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടപ്പെട്ട ഏവർക്കും വീണ്ടും വരുന്നതിനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവും നന്ദിയും കൂടെ അറിയിച്ചു കൊടുക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം കർത്താവേ. ഈ ആഴ്ചയിലും സൂം മീറ്റിംഗ് ആയി ഞങ്ങളുടെ വാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച കുറവുകൾക്കായി സ്തോത്രം കർത്താവേ. പ്രത്യേകമായി ഇന്ന് രാത്രികാലം വചന ശുശ്രൂഷ കർത്താവിന്റെ ദാസിയെ ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ ദിവസനിധിയില് ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത്രത്തോളം വചനങ്ങൾ ഞങ്ങൾക്ക് നൽകി തരുവാൻ കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം കർത്താവെ. കേട്ട വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അനേർക്ക് ആശ്വാസമാക്കി തീർത്ത കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവെ. കേട്ട ശ്രദ്ധയോട് കരുതിക്കൊള്ളുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നടന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം കർത്താവെ. ഇനിയും താവേ വരും ദിവസങ്ങളിൽ ഞങ്ങളെ സൂം മീറ്റിംഗ് ആയി കൂടുന്നതിനും വരെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ചെറിയെങ്കിൽ ഞങ്ങളെ വഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ ലീഡ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം കർത്താവെ. കുടുംബമായി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമേ. സകലമേശുവിനെ നാട്ടാൽ അന്വേഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ കൃപയും പുത്രനായ യേശുക്രിസ്തുവിന്റെ സമാധാനം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഇന്നും നേരിക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ വേഗം വരണമേ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക്സ്.